सांसों में तेरे प्यार की खुशबू आए, तेरे आने से मेरे दिल पे निखार आ जाए, दिल को तूने जो ഹലോ, കിഡു ഫാമിലി അഡ്വെഞ്ചേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വീണ്ടും മിഷിഗണിൽ കളർ തേടിയുള്ള യാത്രയിലാണ്. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ ബ്യൂല എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണിൽ താമസിച്ചു. അപ്പം അതിനുശേഷം ഇന്ന് ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞ ടൗണിലേക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ടാപ്പ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം നമ്മളിപ്പം പോകുന്നത് ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞ മിഷിഗണിലൊരു ടൗണിലേക്കാണ്. ഞങ്ങൾക്ക് ഈ ടൗണിനെ പറ്റി യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല. ബ്യൂലയിൽ പോയി കഴിഞ്ഞപ്പം അവിടുന്ന് റിസപ്ഷനിൽ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അവിടുന്ന് അടുത്ത് തന്നെയായിരുന്നു. നല്ല കിഡിലം പ്ലേസ്. അപ്പോൾ രാവിലെ ഇറ്റ് വാസ് ലൈക്ക് 7-ish, ആ ഒരു 8 ആ ഒരു സമയം ആവുന്നേ ഉണ്ടായിരുന്നോളും. ഈ ലേക്ക് മിഷിഗനാണ് ആ കാണുന്നത്. ലേക്ക് മിഷിഗനിൽ നോക്കിയിട്ടുള്ള കുറേ അപ്പാർട്ട്മെൻറ്റ്സ് ആണോ ലോഡ്ജസ് ആണോ അതോ വീടാണോ എന്നൊന്നും അറിയില്ല, താമസിക്കാൻ പറ്റുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അത് ശരിക്കും ലേക്ക് മിഷിഗനിലേക്ക് നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തിനെ പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിഷിഗനിൽ ഇതേപോലെയാണ്, കുറേ ഹിഡൻ ജെംസ് ആൻഡ് ട്രഷേഴ്സ് ഉണ്ട് നമുക്കറിയാത്ത. അപ്പോൾ നമ്മളിവിടെ വന്നു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ ലേക്ക് മിഷിഗനിൽ എപ്പോഴും പറയുന്ന പോലെ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക, വെള്ളത്തിലേക്ക് ഒരു ഊഞ്ഞാൽ, മിഷിഗൻ എന്ന് പറഞ്ഞാൽ കടൽ പോലെയാണല്ലോ തോന്നുന്നത്, അതിലേക്കൊരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് ഇറ്റ് വാസ് ഓസം. അപ്പോൾ ഇവിടുത്തെ സൺസെറ്റും സൺറൈസും ഒക്കെ നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ ഒരു സൈഡിൽ ഒരാൾ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് ആ തണുപ്പത്തട്ടോ രാവിലെ ആലോചിക്കണം, നല്ല തണുപ്പുണ്ട്. അതിൽ ചൂണ്ടയൊക്കെ ഇട്ട് റെഡി ആയിട്ട് പാട്ടൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് ആ തണുപ്പത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഷൂട്ട് ചെയ്തു. ആസ് യൂഷ്വൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞാൻ ബീച്ചിലേക്ക് ഇടുന്ന ഷൂസ് ഒന്നും ഇട്ടിട്ടായിരുന്നില്ല വന്നത്, കളറായിരുന്നു ഞങ്ങളുടെ ഇത്. അപ്പം ബീച്ചിൽ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങളിവിടെ കളിച്ചു. കിഡ്സിന് ഭയങ്കര ബീച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കടലേക്ക് അത് വലിച്ചെറിഞ്ഞിട്ടും കമ്പ് വലിച്ചെറിഞ്ഞിട്ടും ഒക്കെ. അപ്പം ആ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞ ടൗണാണ് ഈ കാണുന്നത്. ചെറിയൊരു ടൗണാണ്, എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. കുറേ ലൈക്ക് റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഒക്കെ ഈ ഒരു ലേക്ക് മിഷിഗൻ്റെ ഉള്ളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ഐ തിങ്ക് സീസണൽ ആയിരിക്കും ഇതൊക്കെ. ഈ ഒരു സീസൺ കഴിഞ്ഞ് ഇപ്പം വിൻ്റർ തുടങ്ങിയ അവിടെ ഉണ്ടാവില്ല. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ഒരു ഷിപ്പിൻ്റെ സൈസിലും ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കി വെച്ചെന്ന്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നമ്മൾ അറിഞ്ഞേ ഇല്ല, അല്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ ടൗണിൽ താമസിക്കുമായിരുന്നു. ബ്യൂലൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എഗെയിൻ നമ്മൾ കളർ തേടിയുള്ള യാത്രയിലേക്ക് പോയി. അപ്പം നമ്മൾ ഇത് സ്ലീപ്പി ബെയർ ഡൂൺ നാഷണൽ ലേക്ക് ഷോർ എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് ഷോറാണ്. അവിടെ വന്നിരിക്കുകയാണ് നമ്മൾ. ഇവിടെ നല്ല ഭംഗിയുള്ള കളറാന്നൊക്കെ കണ്ടിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. ഒരുപാട് ട്രെക്ക് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ ഗോപ്രോൻ്റെ ക്യാമറ തീർന്നതിനെ കൊണ്ട് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. ബട്ട് ദെൻ ഒരു ഓൾമോസ്റ്റ് ലൈക്ക് 45 to 1 hour നമ്മൾ ട്രക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഹൈക്ക് ചെയ്തിട്ടാണ് എടുത്തത്. ഹൈക്കിംഗ് വാസ് നോട്ട് വെരി ഈസി. കുറേ സ്റ്റെപ്സും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒന്നാമത് ഞാൻ ഹൈക്കിംഗ് ഷൂസ് ഒന്നും അല്ല എടുക്കാത്തതിന് പണി പെട്ടു. ബട്ട് ദെൻ ആഫ്റ്റർ ദ ഹൈക്ക് ദിസ് വാസ് ദ വ്യൂ. നമ്മൾ എത്തിയത് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പക്ഷേ കളർ അധികം വന്നിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഇതാണ് ലേക്ക് സൈഡിൻ്റെ പ്രശ്നം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് സ്ഥലത്ത് കളർ പീക്ക് ആവുന്ന പോലെ ലേക്ക് സൈഡിൻ്റെ അടുത്ത് കളർ പീക്ക് ആവുന്നില്ല. പക്ഷെ ഇവിടെ പീക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നു. ആ ദൂരെ കാണുന്ന മരങ്ങളൊക്കെ ആ കാണുന്ന മരങ്ങളൊക്കെ നന്നായി കളർ മാറുമായിരുന്നു. പക്ഷെ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കളർ ഇല്ലാതെ തന്നെ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഹൈക്കിങ്ങിൻ്റെയും ആ നടത്തത്തിൻ്റെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി. എൻ്റെ കാലിന് ശരിക്കും നല്ല പണിയിട്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് ഹീൽസ് ഉണ്ടായിരുന്നു എൻ്റെ ബൂട്ട്സിന്. സോ ഇതൊരു പാഠമാണ്. എവിടെ പോവുകയാണെങ്കിലും കാറിലാണ് പോകുന്നതെങ്കിൽ ജസ്റ്റ് ടേക്ക് യുവർ ഷൂസ് എടുത്ത് കാറിലിടാം. നമ്മൾ ആരും എടുത്തിട്ടുണ്ടായിരുന്നു, പിള്ളേരെടുത്തിട്ടുണ്ടായിരുന്നു, രാമും. പക്ഷേ ഐ മീൻ ദേ വർ വെയറിങ് അങ്ങനത്തെ ഷൂട്ട്. ഞാൻ പിന്നെ ഫോളൊക്കെ അതിനെക്കൊണ്ട് സ്റ്റൈലിഷായിട്ട് ബൂട്ട്സൊക്കെ ഇട്ട് പണി കിട്ടി. തിരിച്ച് നമ്മൾ നടക്കുമ്പോൾ ഞാൻ പിന്നെയും കുറച്ചൊക്കെ ഹൈക്കിംഗ് ട്രെയിൽസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. പക്ഷേ ദർ വാസ് ലോട്ട് ഓഫ് ഹൈക്സ്. ഇതേപോലെ കുറേ മരത്തിൻ്റെ സ്റ്റെപ്സൊക്കെ ആയിട്ട് നല്ല എലിവേഷനിലായിരുന്നു. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് പാത്തൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ കുറേ സ്റ്റെപ്സും വെരി കെയർഫുൾ ആവണം, അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പായി വീഴുന്ന പോലത്തെ ഹൈക്കായിരുന്നു. പക്ഷെ ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തണലിലൂടെ ആയിരുന്നു ഹൈക്കിംഗ്.
നമ്മളെപ്പോഴും എല്ലാ ട്രിപ്പിനും പോകുമ്പോൾ നമ്മളൊരു ഹൈക്കിംഗ് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ മേപ്പിൾസ് ആട്ടോ, ഒന്നും കളർ മാറിയിട്ടില്ല. എന്തായാലും കളറൊന്നും കിട്ടിയില്ല. എല്ലാവരുടെയും വിചാരം നമ്മൾ കളർ തേടി പോകുമ്പോൾ കളർ ഇസ് പ്രിറ്റി ഈസി ടു ഫൈൻഡ് എന്നാണ്. എല്ലാം നമ്മളെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ പോയ സ്ഥലത്ത് കളർ കിട്ടിയെന്ന്. അങ്ങനെയൊന്നല്ല, കളർ കഷ്ടപ്പെട്ട് തേടി പിടിക്കണം. വേർമൗണ്ട് പോലെയൊന്നല്ല. വേർമൗണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കളർ കണ്ട് നമ്മൾ മടുക്കും, കാരണം എല്ലാ സ്ഥലത്തും കളറാണ്. പക്ഷേ വെൻ യു ആർ ഗോയിങ് ടു മിഷിഗൻ അങ്ങനത്തെ പ്ലേസസ്, സ്പെഷ്യലി മിഡ് വെസ്റ്റിൽ, യു ഹാവ് ടു ഗോ സെർച്ച് ടു ഫൈൻഡ് കളേഴ്സ്. അങ്ങനെയാണ് ഇത്. അപ്പം മിഷിഗനിലെ മറ്റൊരു പ്രത്യേകത ആണ് തൊട്ട് ബീച്ചസും പാർക്സുമാണ്, ചെറിയ പാർക്സുമാണ്. ഈ ലേക്ക് മിഷിഗൻ, വേറെ ലേക്ക്, ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരുപാട് ലേക്സ് ഉണ്ട്, അതേപോലെ തന്നെ പാർക്സ് ഉണ്ട്, സ്റ്റേറ്റ് പാർക്സ് ഉണ്ട് ഇഷ്ടം പോലെ, പിന്നെ നോർമൽ പാർക്സ് ഉണ്ട്. അങ്ങനെ അതാണ് സ്ലീപ്പി ബെയർ ഡ്യൂൺസ്. ദിസ് ഈസ് എ വെരി നൈസ് പ്ലേസ്. അപ്പം നമ്മൾ ഈ ശരിക്കും ഡ്യൂൺസിലെത്തി, ഇവിടെ സ്ലീപ്പി ബെയർ ഡ്യൂൺസ്, ദിസ് ഈസ് ലൈക്ക് വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ് ഇവിടെ. എൻ്റെ കാലിന് ശരിക്കും പണി കിട്ടി. കുറേ നേരം നടന്നു, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾ ഓൾമോസ്റ്റ് 3 hours നമ്മൾ ഇതായതോടെ എൻ്റെ കാലിന് പണി കിട്ടി. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് നിന്നില്ല, ഞാൻ കാറിൽ തന്നെ ഇരുന്നു. പിള്ളേരും രാമും ഇതിന് പോയി. ദിസ് ഈസ് ലൈക്ക്, ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം കൊളറാഡോ പോയപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടാണ് കയറിയത്. പതുക്കെ എൻ്റെ കാലൊന്നും നീങ്ങുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിള്ളേർ വാസ് റണ്ണിങ്, അവർക്കിത് ഭയങ്കര എളുപ്പമായിട്ട് അങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് ഇറങ്ങുന്നു, അതുപോലെയായിരുന്നു. ദേ ലവ് ഇറ്റ് ഹിയർ. അപ്പം അവർക്ക് നല്ല എൻജോയ്മെൻ്റ് ആണ് ഈ പ്ലേസിൽ. അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ. ഞാൻ കാറിലിരുന്നു, റെസ്റ്റ് എടുത്തു, കാലൊക്കെ ഒന്ന് കയറ്റിയൊക്കെ വെച്ച് റെസ്റ്റ് എടുക്കായിരുന്നു പണി കിട്ടിയതിനെ കൊണ്ട്. സോ ദിസ് വാസ് അഗൈൻ ബ്യൂട്ടിഫുൾ. ഒരു സൈഡിൽ ലേക്ക് മിഷിഗൻ ആണ്. ലേക്ക് മിഷിഗൻ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്, നമുക്ക് 2 ഭാഗത്തുനിന്നും ലേക്ക് കാണാൻ പറ്റും. അപ്പം ഒരു ടിപ്പ് പോലെ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അഗൈൻ നമുക്ക് ഈ ലേക്കിൻ്റെ അടുത്ത് കളർ മാറിയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഫോളിയേജ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ മാപ്പിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് വാസ് ദ പീക്ക് ടൈം. ബട്ട് ദെൻ അഗൈൻ ലേക്കിൻ്റെ അടുത്ത് കുറച്ച് തണുപ്പും കാറ്റും ഒക്കെ ആയതിനെ കൊണ്ട് ആ ഒരു പീക്ക് കളർ ഓൾവേസ് വേരീസ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കളർ അവിടെ ഉണ്ടാവുന്നില്ല. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു. സോ കളർ കാണാൻ പോകുന്ന ഒരു ലേക്ക് സൈഡ് ഒഴിവാക്കിയിട്ട് കുറച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള സ്ഥലം കളറാണ് പോകുന്നതെങ്കിൽ. ബട്ട് എനിവേസ് മിഷിഗൻ എവിടെ പോയാലും ബ്യൂട്ടിഫുൾ ആണ്. അപ്പം നമുക്കങ്ങനെ നഷ്ടങ്ങളൊന്നുമില്ല. നമ്മളാണെങ്കിൽ ഈ സ്ലീപ്പി ബെയറിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു. വൺ ഓഫ് ദ മിഷിഗനിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് അട്രാക്ഷൻസ് ആണത്. അപ്പം ഇവിടെ പോയി കുറേ ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ആക്ച്വലി ഇവിടെ ഒരു ഹാഫ് ഡേ തന്നെ ഈ ഒരു ഡൂൺസിൽ ഓടിക്കളിക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വി ഡിൻ കാർ പാർക്കിംഗ് കണ്ടില്ല, രാവിലെ തന്നെ അതൊക്കെ ഫുള്ളായിരുന്നുണ്ടായിരുന്നു. പിന്നെ then again we started. ഇപ്പം നമ്മുടെ യാത്ര ട്രാവേഴ്സ് സിറ്റിയിലേക്കാണ്. ട്രാവേഴ്സ് സിറ്റി ഈസ് അഗൈൻ എ ബ്യൂട്ടിഫുൾ വെരി ടൂറിസ്റ്റി പ്ലേസ് ആണ്. മിഷിഗനിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് റിസോർട്ട്സും ബീച്ച് ഫേസിങ് റിസോർട്ട്സും അട്രാക്ഷൻസും ഒക്കെ ഉള്ളത്. അപ്പം നമ്മൾ ആദ്യം ട്രാവേഴ്സ് സിറ്റിയിൽ താമസിക്കണം എന്നായിരുന്നു വിചാരിച്ചത്. ബട്ട് ദെൻ പീക്ക് ടൈം അതിനെക്കൊണ്ട്, ഇത് ട്രാവേഴ്സ് സിറ്റി അല്ല കേട്ടോ, ഇത് പോകുന്നതിന് മുമ്പ് വേറൊരു ചെറിയ ടൗൺ ആണ്. ട്രാവേഴ്സ് സിറ്റി എത്തുന്നേ ഉള്ളൂ ഇത്. അപ്പം കുട്ടി ടൗൺസ് ഒരുപാട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. അപ്പം എല്ലാ സ്ഥലവും ഇറ്റ് വാസ് റഷായിരുന്നു. ആ ഒരു പീക്ക് സീസൺ അതിനെക്കൊണ്ട് ഫുൾ റഷാണ്. ഇതൊക്കെ കണ്ടോ, ബോട്ട്സും കനോസും ഒക്കെ ഇഷ്ടം പോലെ, കനോയിങ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ലേക്സൊക്കെ ഉള്ളതിനെ കൊണ്ട് നമുക്ക് എവിടെ പോയാലും അങ്ങനത്തെ റെൻ്റൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. നമ്മളെ നെക്സ്റ്റ് ലിസ്റ്റിലുള്ള സാധനമാണ് ഇതുവരെ അത് ട്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ ട്രാവേഴ്സ് സിറ്റിയിലേക്ക് പോകാം. ട്രാവേഴ്സ് സിറ്റി ഈസ് അഗൈൻ സോ മെനി തിങ്സ് ആർ ദെയർ, അട്രാക്ഷൻസ്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ അവിടെ താമസിക്കണമെന്നായിരുന്നു വിചാരിച്ചത്. ബട്ട് ദെൻ ഇറ്റ് വാസ് ടു എക്സ്പെൻസീവ്. $200 to $300 പെർ നൈറ്റ് വരുന്ന സാധാരണ ഹോട്ടൽസ്, നല്ലതാണെങ്കിലും വേണ്ടില്ല, സാധാരണ അങ്ങനെ 3 star ആ റേറ്റിലുള്ള ഹോട്ടൽസൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ട്രാവേഴ്സ് സിറ്റിയിൽ താമസിക്കാതെ കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടി മുകളിൽ ഗേലോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. അപ്പം നമ്മളിവിടെ ഇപ്പം എത്തിയത് ട്രാവേഴ്സ് സിറ്റി. ട്രാവേഴ്സ് സിറ്റി ഈസ് എ ബിഗ് സിറ്റി, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ മിഷിഗൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് കാണാം ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് കൊളോണിയൽ ടൈപ്പ് ആർക്കിടെക്ചറൊക്കെ ഒക്കെയാണ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. മേ ബി ആ ഒരു ഇമ്പാക്ട്, ഹിസ്റ്ററിയിൽ ആ ഒരു ഇമ്പാക്ട് ഉണ്ടായിക്കോണമെന്നുണ്ട്. ഞാൻ ഹിസ്റ്ററി നോക്കിയിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. ബട്ട് തന്നെ ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ദർസ് എ ലോട്ട് ഓഫ് സ്ട്രക്ചേഴ്സ്. ഇതുപോലെയായിരുന്നു ട്രാവേഴ്സ് സിറ്റി മൊത്തമായിട്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ട്രാവേഴ്സ് സിറ്റി. നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ട്രാവേഴ്സ് സിറ്റി. ഓൺ ദ വേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ട്രാവേഴ്സ് സിറ്റി കൂടി പാസ് ചെയ്യുന്നതിനെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ കയറി. അഗൈൻ ബാക്ക് ടു മെക്സിക്കൻ. പക്ഷെ മെക്സിക്കൻ്റെ ഒരു പ്രത്യേകത, മെക്സിക്കൻ ഫുഡ് കഴിക്കുമ്പോൾ
ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന സാധനങ്ങൾ മെക്സിക്കൻ ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് ചീസ് ഉണ്ടാവും. ചീസ് ഇസ് ലൈക്ക് സം ഓഫ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ. അവരെല്ലാത്തിലും ഇട്ട് ചീസ് കിട്ടും. അപ്പം നമുക്ക് അറിയുന്ന സാധനം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഫുൾ ചീസാവും. ഇത് നമുക്ക് അറിയുന്ന സാധനമാണ് വാങ്ങിയത്, പക്ഷേ ആ റെസ്റ്റോറൻറ്റിൽ ചീസ് കൊണ്ടൊരു കളിയായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും എക്സസീവ് ചീസായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് പെനിൻസുല ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടാണ്. ഒരു പെനിൻസുല ഡ്രൈവ്, പെനിൻസുല അറിയാലോ, 2 ഭാഗത്തും 3 ഭാഗത്തും വാട്ടർ ബോഡി കവർ ചെയ്തിട്ട് ഒരു ടിപ്പ് പോലത്തെ ഒരു ഇത്. ഇറ്റ് വാസ് എ ഓസം ഡ്രൈവ്. കളർ ഇതാ നമുക്ക് ഇത്തിരി അവിടെ ഇവിടെയും കാണുന്നുണ്ടെങ്കിലും കളർ കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല, കളർ അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഒരു സൈഡിൽ അങ്ങനെ ലേക്ക് മിഷിഗനും ഒക്കെ ആയിട്ട് അങ്ങനെ ലേക്ക് മിഷിഗൻ മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതും കൂടെ ആയി കഴിഞ്ഞപ്പം ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഒത്തിരി ഓർച്ചർഡ്സ്, വൈനറി ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു വഴിയിൽ. ഒത്തിരി ഉണ്ടായിരുന്നു, ഒരുപാടുണ്ട് ആൾക്കാർ. പംകിൻ, ആ ഒരു ഹാലോവിൻ ആയതിനെ കൊണ്ട് പംകിൻ്റെ സെയില്, ആപ്പിളിൻ്റെ സെയില്, അങ്ങനെ പംകിൻ ഫാംസ്, അങ്ങനെ ഒരുപാട് ഫാംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു റൂട്ട് മാറി ഡ്രൈവ് ചെയ്യാറുണ്ട്, ഓഫ് റോഡ് പോലെ ഡ്രൈവ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ഓഫ് റോഡ് എടുത്തു, പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. 1/2 മണിക്കൂറോളം ഞങ്ങൾ ഈ വഴിയിൽ പെട്ടു. ആൻഡ് ദാറ്റ് വാസ് സച്ച് എ സ്മോൾ റോഡ്. അവിടെ നിന്ന് ഒരു വണ്ടി വന്നാൽ നമുക്ക് തിരിച്ച് എത്രയും ദൂരം പോകേണ്ടി വരും, വേറെ വഴിയില്ല. എനിക്കാണെങ്കിൽ ക്യാമറ പുറത്തിട്ട് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. മരങ്ങൾ അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇതായിരുന്നു. കുറച്ചൊരു പേടിച്ചു. എന്നുവെച്ചാൽ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തിട്ടും വേറെ റോഡ്സ് ഒന്നും കാണാണ്ടായി കഴിഞ്ഞപ്പം. ബട്ട് ഇറ്റ് വാസ് നൈസ്. നമ്മളെപ്പോഴും ഇങ്ങനെ എടുക്കാറുണ്ട്. എവിടെ പോകുമ്പോഴും നമ്മൾ GPS ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ചെറിയ അധികം ഇതൊന്നും ഇല്ലാത്ത റോഡിലെടുക്കും. എന്നിട്ട് കുറച്ച് നേരമൊക്കെ പതുക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഒക്കെ പോയി. ഫൈനലി നമ്മൾ എത്തി. കാറിനൊന്നും പറ്റിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് കാറൊക്കെ കുലുങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് തീരെ നല്ല റോഡായിരുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് നൈസ് അങ്ങനത്തെ റോഡ്. ദിസ് ഈസ് അഗെയിൻ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ എനിക്ക് ഇതാണ് ഗോപ്രോൻ്റെ ഒരു പ്രശ്നം, നല്ല ഭംഗിയുണ്ട് അങ്ങ് ദൂരെ കാണാൻ, പക്ഷെ ഒന്നും കണ്ടില്ല. പിന്നെ ഇത് ഞങ്ങളൊരു കോഫി വാങ്ങിച്ചതാണ്. ഇതാണ് എക്സ്പ്രഷൻ. കേട്ടല്ലോ. സോ അതൊക്കെയാണ് എന്താ പറയാ, പംകിൻ ലാറ്റെ എന്ന് പറയുന്ന ഈ ഹാലോവീൻ ഒക്ടോബറിൽ ഇപ്പോൾ സ്റ്റാർബക്സ് അല്ല എല്ലാ സ്ഥലത്തും ഭയങ്കര കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കോഫിയാണ് ഈ പംകിൻ ലാറ്റെ, സീസണലായിട്ട് വരുന്നത്. അപ്പം ഞാൻ ഇതുവരെ കഴിച്ചില്ല, പക്ഷേ എപ്പോഴും ഈ പംകിൻ ലാറ്റെ എന്ന് കേൾക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം കഴിച്ചു. മേ ബി എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ യൂസ്ഡ് ആവാത്തതുകൊണ്ടായിരിക്കും ഭയങ്കര ആ ഒരു സ്പൈസിനെസ് തോന്നി. സ്പൈസിനെസ് എന്ന് പറഞ്ഞാൽ എരിവല്ല, ആ ഒരു പംകിൻ്റെ എന്തൊക്കെയോ ഒരു സ്പൈസസ് അവർ ആഡ് ചെയ്യുന്ന, എനിക്ക് കഷായം കുടിക്കുന്ന ഒരു ഫീലാണ് തോന്നിയത്. കഷായത്തിൽ കുറേ മധുരം ഇട്ടിട്ടുള്ളൊരു ഫീൽ. ഇവിടുത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. പക്ഷെ എന്നാലും ഞാൻ വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് $5 ഇട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് കുടിച്ചു. അങ്ങനെ പതുക്കെ നമ്മൾ ട്രാവേഴ്സിറ്റി വിട്ട് നമ്മൾ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് വിട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് കളേഴ്സാണ്. ആ മലയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ മൊത്തം നല്ല കളേഴ്സായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും ഓഫ് റോഡ് എടുത്തു. പക്ഷേ സൂര്യൻ്റെ പ്രകാശം നമുക്ക് അറിയില്ല, അതിനനുസരിച്ച് അങ്ങോട്ട് അത് കിട്ടുന്നില്ല, ആ കളറ് ക്യാമറയിൽ ഒട്ടും പതിഞ്ഞില്ല. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് നല്ല കളർഫുൾ ആയിരുന്നു ഈ ഒരു ഭാഗം മൊത്തം. അതുകൊണ്ട് ഞങ്ങൾ ഈ മലൻ്റെ ആ ഒരു സൈഡിൽ ക്യാമറയിൽ കിട്ടിയാലോ എന്ന് വിചാരിച്ച് പോയി. പിന്നെ ആ ഒരു ഓടിക്കുന്ന ഡിറക്ഷനും ഡിഫറെൻ്റ് ആയതിനെക്കൊണ്ട് ആ കളേഴ്സൊന്നും അധികം പതിഞ്ഞില്ല. ബട്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കളേഴ്സ് പതുക്കെ ഞങ്ങൾ കണ്ടു തുടങ്ങി, കളേഴ്സിലേക്ക് എത്തി തുടങ്ങി. അതാണ്, കളേഴ്സ് ഇസ് നോട്ട് വെരി ഈസി ഇൻ മിഡ് വെസ്റ്റ് കിട്ടാൻ. കളർ കുറേ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ നിർത്തി പോകാൻ. പക്ഷേ നിങ്ങൾ വെർമോണ്ടിലൊക്കെ ന്യൂ ഇംഗ്ലണ്ടിൽ പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ നല്ലൊരു ഇന്നത്തെ ദിവസം, അതായത് സെക്കൻഡ് ഡേ. ഫസ്റ്റ് ഡേ നമ്മൾ ആ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ആ പാർക്കിൽ പോയ എപ്പിസോഡ് കണ്ടാൽ മതി, അവിടെ ഉണ്ടായിരുന്നു. ദെൻ ഇറ്റ് വാസ് ദാറ്റ്. അപ്പം ഞാൻ പറഞ്ഞ ന്യൂ ഇംഗ്ലണ്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് പീക്ക് ടൈമിൽ എത്താൻ, സ്പെഷ്യലി വെർമോണ്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പച്ച കാണാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ കളേഴ്സ്. നമ്മൾ എവിടെ നോക്കിയാലും കളേഴ്സാണ്. സ്പെഷ്യലി ഇറ്റ് ഇസ് എ മൗണ്ടനിയസ് ഏരിയ ആണ്. അപ്പം മൗണ്ടൻ ആകുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മേൽക്ക് കളർ ശരിക്കും ഇങ്ങനെ തീ കത്തി പിടിക്കുന്ന പോലെ തോന്നും. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, ഗേലോടെത്തി. നമ്മൾ താമസിക്കുന്ന റിസോർട്ടാണ് ഓട്സിഗോ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ഞാനിത് റിസോർട്ട് എടുത്തത്, അങ്ങനെ അങ്ങോട്ട് എടുത്തുന്നേ ഉള്ളൂ ഗേലോഡിൽ. ബട്ട് വാസ്
ഐ ഹാവ് ടു സേ ദിസ് വാസ് ആൻ അമേസിങ് പ്ലേസ്. സ്പെഷ്യലി വ്യൂ കേട്ടോ. റൂംസൊക്കെ പഴയതാണ്, കുറേ കാലങ്ങൾ മുമ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ദിസ് വ്യൂ വാസ് സോ അമേസിങ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. അവിടെ കളേഴ്സിൻ്റെ ഒരു പൂരമായിരുന്നു. ഈ എപ്പിസോഡിൽ ആ കളേഴ്സ് കാണുന്നില്ല. നമ്മളിപ്പോൾ വൈകുന്നേരം എത്തി, സണ്ണൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയതിനു ശേഷമാണ് എത്തിയത്. അപ്പോൾ ഇതൊരു ഗോൾഫ് റിസോർട്ടാണ്. നിങ്ങൾ കാണുന്ന പോലെ ഈ ഗോൾഫ് കാർട്സ് ആണ് ഇത് മൊത്തം. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഗോൾഫ് കളിക്കാനും അതിനൊക്കെ വേണ്ടിയാണ് എത്തുന്നത്. സോ യു ക്യാൻ സീ ദിസ് ഈസ് ലൈക്ക് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു റിസോർട്ടാണ്. ഇവിടെ മഞ്ഞുകാലത്ത് സ്കീയിങ് ഉണ്ട്. അപ്പോൾ സ്കീയിങ്ങും അവർക്ക് ആ ലിഫ്റ്റ് എയർ കാർ, വാട്ട് ഇസ് ദാറ്റ്, ചെയർ കാർ ഉണ്ട്, അതിന് പോകും. പക്ഷെ ഇപ്പോൾ അത് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അവരത് ഞങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യുന്നു വിചാരിച്ചു ഇവിടെ എത്തിയപ്പം. പക്ഷേ അവരത് വിൻ്ററിൽ മാത്രം സ്നോ ഇടുന്നു തോന്നുന്നു, ആർട്ടിഫിഷ്യൽ സ്നോ ഈ മലയിലൊക്കെ ഇടുന്നു തോന്നുന്നു. ഐ മീൻ സമ്മറിൽ ഇത് ഗോൾഫിനും, വിൻ്റർ ആയി കഴിഞ്ഞാൽ ദേ യൂസ് ഇറ്റ് ആസ് എ സ്കീ റിസോർട്ട്. അപ്പോൾ ഈ ഒരു റിസോർട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബ്രെത്ത് ടേക്കിങ്. എന്താ പറഞ്ഞാൽ ഇവിടെ കല്യാണങ്ങളും അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കല്യാണത്തിന് വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ നാളെ ഞാൻ അതൊക്കെ കാണിക്കാം. നാളെ മീൻസ് അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ക്ഷീണിച്ച് വന്നു. രാവിലെ ഇറങ്ങിയതല്ല, കുറേ സ്ഥലത്തൊക്കെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ക്ഷീണിച്ചു. ബട്ട് ദെൻ വി കെയിം ടു ദിസ് റിസോർട്ട് ആൻഡ് ഈ കളർ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ എനിക്ക് വേറെ എവിടെയും പോകണമെന്നില്ല. ഇവിടെ ഇഷ്ടംപോലെ നടന്ന് കാണാനുണ്ട്. നമ്മൾ കാണുന്ന ഈ സ്ഥലമൊക്കെ വേണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് നടന്ന് കാണുന്നില്ലേ. കളർ വാസ് ഓസം. ഞങ്ങൾ ഡ്രോൺ എടുക്കാൻ പറഞ്ഞു. രാം എപ്പോഴും ഡ്രോൺ എടുക്കാൻ മറക്കും. ഒരു ഡ്രോൺ വാങ്ങിയിട്ട് ഞങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഒരു ട്രിപ്പിനാണ് എടുത്തത്. എല്ലാ ട്രിപ്പിനും ഡ്രോൺ എടുക്കാൻ മറക്കും. ഇവിടുന്ന് ഡ്രോൺ കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ടൈം ഞാൻ എൻ്റെ ലിസ്റ്റിലിട്ടിട്ട് ഡ്രോണും. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.